വീട്ടിലെ മുകളിലെ മുറിയിൽ ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത പടർന്നിരുന്നു. കിടക്കയിൽ കിടക്കുന്ന അമ്മയുടെ നെഞ്ച് പതുക്കെ ഉയർന്നു താഴുന്നത് കാണുമ്പോൾ പോലും അവൾക്ക് ഓരോ നിമിഷവും ഒരു ഭയം തോന്നി. ആ ശ്വാസം അടുത്ത നിമിഷം നിലയ്ക്കുമോ എന്ന ഭയം. കിടക്കയുടെ അരികിൽ നിൽക്കുന്ന അന്നപൂർണയുടെ കൈകൾ വിറച്ചുകൊണ്ടിരുന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ അവൾ കരയാൻ പോലും ഭയപ്പെട്ടു. കാരണം അവൾ കരഞ്ഞാൽ അമ്മ അത് മനസ്സിലാക്കും. അമ്മയുടെ മനസ്സും തകർന്നു പോകും. എന്നാൽ ആ മുറിയുടെ മറ്റൊരു വശത്ത് നിൽക്കുന്ന കാർത്തിക്കിന്റെ ശബ്ദം ആ നിശബ്ദതയെ കീറിമുറിച്ചു. നിന്റെ അമ്മയെ രക്ഷിക്കണമെങ്കിൽ പണം വേണം, അത് ഞാൻ തരാം. പക്ഷേ അതിനൊരു വിലയുണ്ടാകും. ആ വാക്കുകൾ കേട്ടപ്പോൾ അന്നപൂർണയുടെ ഉള്ളം ഒന്ന് നിശ്ചലമായി. അവൾ പതുക്കെ തല ഉയർത്തി കാർത്തിക്കിനെ നോക്കി. അവന്റെ മുഖത്ത് ഒരു തണുത്ത ശാന്തത. എന്നാൽ ആ ശാന്തതയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അഹങ്കാരവും അധികാരവും അവൾക്ക് വ്യക്തമായി മനസ്സിലായി. എന്ത് വിലയാണ് സർ എന്ന അവളുടെ ശബ്ദം വളരെ പതിഞ്ഞതായിരുന്നു. പക്ഷെ ആ ചോദ്യം അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു. കാർത്തിക്കിന്റെ അധരങ്ങളിൽ ഒരു ചെറിയ പുഞ്ചിരി തെളിഞ്ഞു. പക്ഷെ അത് കരുണയുടെ പുഞ്ചിരിയല്ലായിരുന്നു. ഒരു മനുഷ്യന്റെ നിസ്സഹായതയെ ഉപയോഗപ്പെടുത്താൻ പോകുന്ന ഒരാളുടെ തണുത്ത ഉറപ്പായിരുന്നു. ഞാൻ പണം തരുന്ന അന്ന് നീ എന്റെ കൂടെ ഉണ്ടാകണം. ഇവിടെ, ഈ വീട്ടിൽ. ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ചുകൊണ്ട് എന്റെ കൂടെ. ആ വാക്കുകൾ കേട്ട നിമിഷം അന്നപൂർണയുടെ ശരീരം മുഴുവൻ വിറച്ചു. അവളുടെ കൈകൾ സ്വാഭാവികമായി പിൻവാങ്ങി. അവൾ ശ്വാസം അടക്കി പിടിച്ചു. കണ്ണുകൾ വലുതായി. അവൾക്ക് ഒരു നിമിഷം പോലും ആ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സർ എന്നവൾ തുടങ്ങാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വരാൻ തയ്യാറായില്ല. കാരണം ആ നിമിഷം അവളുടെ ഉള്ളിൽ രണ്ട് ലോകങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഒരു വശത്ത് അമ്മയുടെ ജീവൻ, മറുവശത്ത് തന്റെ ആത്മാഭിമാനം. അവൾ പതുക്കെ അമ്മയെ നോക്കി. ബോധമില്ലാതെ കിടക്കുന്ന അമ്മയുടെ മുഖത്ത് വേദനയുടെ രേഖകൾ തെളിഞ്ഞിരുന്നു. അമ്മയെ ഞാൻ നഷ്ടപ്പെടുത്തുമോ എന്ന ചോദ്യമാണ് അവളുടെ ഉള്ളിൽ മുഴങ്ങിയത്. പക്ഷെ അതിനൊപ്പം തന്നെ മറ്റൊരു ശബ്ദം അവളുടെ ഉള്ളിൽ നിന്നുയർന്നു. നീ നിന്നെ തന്നെ നഷ്ടപ്പെടുത്താൻ തയ്യാറാണോ അന്നപൂർണ? ആ ശബ്ദം അവളുടെ ഹൃദയം കീറിമുറിച്ചു. കാർത്തിക്കിന്റെ കണ്ണുകൾ അപ്പോഴും അവളിൽ തന്നെയായിരുന്നു. അവൻ അവളുടെ ഓരോ പ്രതികരണവും നിരീക്ഷിക്കുകയായിരുന്നു. അവന്റെ നിലപാട് വ്യക്തമായിരുന്നു. പണം അവന്റെ കയ്യിൽ, തീരുമാനമെടുക്കേണ്ടത് അവളും. ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നിനക്കിപ്പോൾ വേറെ മാർഗമൊന്നുമില്ല എന്ന് അവൻ ശാന്തമായി പറഞ്ഞു. എന്നാൽ ആ ശാന്തത അവളെ കൂടുതൽ തകർത്തു. അന്നപൂർണയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി തുടങ്ങി. അവളത് തുടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അത് നിന്നില്ല. കാരണം അവൾക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. നീ എന്തെങ്കിലും തീരുമാനിക്കേ, പക്ഷേ തീരുമാനം ഉടനെ വേണം എന്ന കാർത്തിക്കിന്റെ ശബ്ദം വീണ്ടും കേട്ടപ്പോൾ അവൾക്ക് ശ്വാസം പോലും കിട്ടാതായി. അവൾ ഒരു ചുവട് പിന്നോട്ടു മാറി. മുറിയിലെ ചുവരുകൾ തന്നെ അവളുടെ അടുത്തേക്ക് വരുന്നത് പോലെ അവൾക്ക് തോന്നി. ആ മുറി തന്നെ അവളെ സ്വയം പൂട്ടിയിടുന്നത് പോലെ. ആ നിമിഷം അവളുടെ മനസ്സിൽ പല ഓർമ്മകളും പാഞ്ഞു വന്നു. അമ്മയുടെ ചിരി, അമ്മയുടെ കരുതൽ. എന്ത് സംഭവിച്ചാലും നീ നിന്റെ മാന്യത വിട്ടുകൊടുക്കരുത് എന്ന് അമ്മ പറഞ്ഞ വാക്കുകൾ. ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഒരു തീ പോലെ കത്തിത്തുടങ്ങി. പക്ഷേ അതിനൊപ്പം തന്നെ ആശുപത്രിയിലെ ഡോക്ടറുടെ വാക്കുകളും. ഇനി താമസിച്ചാൽ അമ്മയെ രക്ഷിക്കാനാവില്ല. അത് അവളെ വീണ്ടും തകർത്തു. അവൾ കണ്ണുകൾ അടച്ചു. ആ ഇരുട്ടിനുള്ളിൽ അവൾ ഒരു ഉത്തരമെന്ന പോലെ എന്തൊക്കെയോ തേടി. ദൈവമേ, ഞാൻ എന്തു ചെയ്യണം എന്നൊരു നിലവിളി അവളുടെ ഉള്ളിൽ നിന്നുയർന്നു. പക്ഷെ പുറത്തു വന്നത് ഒരു നിശബ്ദത മാത്രം. ആ നിശബ്ദതയിൽ അവളുടെ ഹൃദയം മാത്രം ഉച്ചത്തിൽ മിടിച്ചു. കാർത്തിക് അവളുടെ അടുത്തേക്ക് ഒരു ചുവട് മുന്നോട്ട് വെച്ചു. നിന്റെ ഒരു വാക്ക് മതി, നിന്റെ അമ്മയെ ഞാൻ രക്ഷിക്കും എന്നവൻ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം അവൾക്ക് പ്രതീക്ഷ തോന്നി. പക്ഷെ അതിന്റെ പിന്നിലെ നിബന്ധന അവളുടെ ആത്മാവിനെ തന്നെ തകർക്കുന്ന ഒന്നായിരുന്നു. അന്നപൂർണ പതുക്കെ കണ്ണുകൾ തുറന്നു. അവൾ കാർത്തികിനെ നോക്കി. കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. പക്ഷേ അതിനൊപ്പം ഒരു ചോദ്യം. പണം കൊണ്ട് എല്ലാം വാങ്ങാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ചോദ്യം പക്ഷേ അവൾ ചോദിച്ചില്ല. അവളുടെ കണ്ണുകൾ അത് ചോദിച്ചു. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാർത്തിക് വീണ്ടും ഓർമ്മിപ്പിച്ചു. ആ വാക്കുകൾ അവളെ വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അമ്മയുടെ ശ്വാസം, ആശുപത്രിയുടെ ഭയം, പണത്തിന്റെ അഭാവം എല്ലാം ഒരുമിച്ച് അവളെ ചുറ്റിപ്പറ്റി. അവൾക്ക് ഒരു തീരുമാനമെടുക്കാതെ വഴിയില്ലായിരുന്നു. അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തുവിട്ടു. കൈകൾ ഉറച്ചു പിടിച്ചു. ഹൃദയം അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ സംസാരിക്കാൻ ശ്രമിച്ചു. സർ എന്ന വാക്ക് അവളുടെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു. പക്ഷെ അതിന്റെ പിന്നാലെ വരുന്ന വാക്കുകൾ അവളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ പോകുന്നവയായിരുന്നു. അവൾ ഒരു നിമിഷം നിശബ്ദമായി നിന്നു. കാർത്തിക്കിന്റെ കണ്ണുകളിൽ നോക്കി. പിന്നെ വീണ്ടും അമ്മയെ നോക്കി.
ആ ഒരു നിമിഷത്തിൽ തന്നെ അവൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനത്തിന്റെ അരികിലെത്തിയിരുന്നു. ഒരു തീരുമാനം, അത് അവളുടെ അമ്മയുടെ ജീവനും അവളുടെ സ്വന്തം ആത്മാഭിമാനവും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഫലമായിരുന്നു. ആ മുറിയിൽ വീണ്ടും നിശബ്ദത പടർന്നു. പക്ഷെ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ഒളിഞ്ഞിരുന്നു. അന്നപൂർണയുടെ അടുത്ത വാക്കുകൾ ആ കൊടുങ്കാറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരാനിരിക്കുകയായിരുന്നു. ആ രാത്രി കാർത്തിക്കിന്റെ വീട്ടിലെ ആ മുറിയിൽ നിന്നിരുന്ന നിമിഷം അന്നപൂർണയുടെ ജീവിതത്തെ രണ്ടായി പിളർത്തിയിരുന്നു. ഒരു വശത്ത് അവൾ എടുക്കേണ്ട തീരുമാനം, മറുവശത്ത് അവൾ ജീവിച്ചു വന്ന ജീവിതത്തിന്റെ മുഴുവൻ ഭാരവും. ആ നിമിഷം അവളുടെ മനസ്സിൽ ഒരു സിനിമ പോലെ അവളുടെ പഴയ ജീവിതം മുഴുവൻ തിരിഞ്ഞോടാൻ തുടങ്ങി. ഒരിക്കൽ ഭയമില്ലാതെ, ആശങ്കയില്ലാതെ, വളരെ സാധാരണമാണെങ്കിലും സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം അവൾക്കുമുണ്ടായിരുന്നു എന്നൊരു സത്യമാണ് ആദ്യം അവളുടെ മനസ്സിൽ തെളിഞ്ഞത്. ചെറുപ്പത്തിൽ അന്നപൂർണയുടെ ലോകം വളരെ ലളിതമായിരുന്നു. അച്ഛന്റെ ചിരിയും അമ്മയുടെ കരുതലും ചേർന്ന ഒരു ചെറിയ കുടുംബം, വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാതെ ചെറിയ സന്തോഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ദിനങ്ങൾ. അച്ഛൻ വീട്ടിലേക്ക് വന്നാൽ അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. അമ്മ ചിരിച്ചുകൊണ്ട് ഭക്ഷണം വിളമ്പും. ആ ഓർമ്മകളെല്ലാം അവളുടെ ഉള്ളിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. പക്ഷേ ആ സന്തോഷം വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. ഒരു ദിവസം അപ്രതീക്ഷിതമായി അച്ഛൻ അവരെ വിട്ടുപോയി. ആ ഒരു സംഭവമാണ് അവരുടെ ജീവിതത്തെ പൂർണ്ണമായും തകർത്തത്. അച്ഛന്റെ മരണത്തിന് ശേഷം വീട്ടിലെ എല്ലാം മാറി. അമ്മയ്ക്ക് ആ ദുഃഖം സഹിക്കാനായില്ല. ആദ്യം അവർ നിശബ്ദയായി മാറി. പിന്നെ പതിയെ അമ്മയുടെ മനസ്സ് തകരാൻ തുടങ്ങി. ഒരിക്കൽ ചിരിച്ചിരുന്ന മുഖം ഇപ്പോൾ ശൂന്യമായി മാറി. ചിലപ്പോൾ കാരണമില്ലാതെ കരയും, ചിലപ്പോൾ ആരെയും തിരിച്ചറിയാതെ സംസാരിക്കും. ആ അവസ്ഥ കാണുമ്പോൾ അന്നപൂർണയുടെ ഹൃദയം ഓരോ ദിവസവും വിങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ അവൾക്ക് കരയാൻ പോലും സമയമുണ്ടായിരുന്നില്ല. കാരണം അവൾക്കപ്പോൾ അമ്മയ്ക്കും തനിക്കും വേണ്ടി ജീവിക്കേണ്ടി വരുന്നു എന്ന ബോധം അവളെ ശക്തയാക്കി. അവൾ സ്കൂൾ ഉപേക്ഷിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ ജോലിക്ക് പോകാൻ തുടങ്ങി. ആദ്യമായി കിട്ടിയ ജോലി വളരെ ചെറുതായിരുന്നു. ഒരു വീട്ടിൽ പാത്രം കഴുകുന്ന ജോലി. അവിടെ പലപ്പോഴും അവളെ അവഹേളിച്ചു. ചിലപ്പോൾ ഭക്ഷണം പോലും കൊടുക്കാതെ തിരികെ അയക്കും. പക്ഷേ അവൾ ഒന്നും പറഞ്ഞില്ല. കാരണം അവൾക്ക് പണം വേണം, അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം. അമ്മയുടെ ചികിത്സയ്ക്കായി കിട്ടുന്ന ഒരു രൂപ പോലും അവൾക്ക് വിലപ്പെട്ടതായിരുന്നു. ആ അവസ്ഥയിൽ പോലും അവൾ തകർന്നില്ല. അവൾ ഓരോ ദിവസവും കൂടുതൽ ശക്തയായി മാറിക്കൊണ്ടിരുന്നു. കാലം കടന്നുപോയപ്പോൾ അവൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി. ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. ചില നല്ല ആളുകളെയും അവൾ കണ്ടു. അവർ നൽകിയ ചെറിയ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും അവളുടെ ആത്മവിശ്വാസം ഉയർത്തി. പതിയെ അവൾ കൂടുതൽ സ്ഥിരതയുള്ള ജോലികൾ കണ്ടെത്തി. കുറച്ച് കൂടുതൽ പണം സമ്പാദിക്കാൻ തുടങ്ങി. എന്നാൽ അമ്മയുടെ ചികിത്സാ ചെലവ് എന്നും അവളുടെ വരുമാനത്തെക്കാൾ കൂടുതലായിരുന്നു. അതുകൊണ്ട് അവൾ എത്ര ശ്രമിച്ചാലും അവൾക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല എന്നൊരു തോന്നൽ അവളെ പിന്തുടർന്നു. അങ്ങനെ ഒരിക്കൽ അവൾ ഒരു വലിയ വീട്ടിൽ ജോലിക്ക് പോയപ്പോഴാണ് പത്മിനി അമ്മയെ ആദ്യമായി കാണുന്നത്. കാർത്തിക്കിന്റെ അമ്മ. മുഖത്ത് ശാന്തത, സംസാരത്തിൽ ഒരു സ്നേഹം. അന്നപൂർണയുടെ ജീവിതത്തിൽ ആദ്യമായി ഒരു വലിയ മനുഷ്യന്റെ വീട്ടിൽ നിന്ന് അവൾക്ക് അവഹേളനമല്ല, ഒരു പരിഗണന ലഭിച്ചത് അവിടെ നിന്നാണ്. പത്മിനി അവളെ ശ്രദ്ധിച്ചു. അവളുടെ പരിശ്രമവും അവളുടെ ഉള്ളിലെ വേദനയും മനസ്സിലാക്കി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ അന്നപൂർണയെ അടുത്തു വിളിച്ച് സംസാരിച്ചു. നിനക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് ഒരു ദിവസം പത്മിനി ചോദിച്ചപ്പോൾ അന്നപൂർണയ്ക്ക് ഒരു നിമിഷം ഉത്തരം പറയാനായില്ല. കാരണം അവൾ സ്വപ്നങ്ങൾ പോലും കാണാൻ മറന്നുപോയിരുന്നു. ഒടുവിൽ അവൾ ഒരു കാര്യം മാത്രം പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയെ പഴയ പോലെ കാണണം. ആ മറുപടി കേട്ടപ്പോൾ പത്മിനിയുടെ കണ്ണുകളിൽ ഒരു കരുണ തെളിഞ്ഞു. എന്നാൽ അതിനൊപ്പം ഒരു ആശങ്കയും. കാരണം അവൾക്കറിയാമായിരുന്നു അന്നപൂർണയുടെ ജീവിതം എത്ര കഠിനമാണെന്ന്. അതേസമയം അവളുടെ സ്വന്തം ജീവിതത്തിലും ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. കാർത്തിക് പണം കൊണ്ട് വളർന്നവൻ. എല്ലാം സ്വന്തമാക്കാൻ പണം മതിയെന്നാണ് വിശ്വാസം. അവന്റെ സംസാരത്തിൽ അഹങ്കാരവും പെരുമാറ്റത്തിൽ അവഹേളനവും, മനുഷ്യരെ താഴ്ന്നവരായി കാണുന്ന ഒരു സ്വഭാവം. പത്മിനിക്ക് അതാണ് ഏറ്റവും വലിയ വേദന. എന്റെ മകൻ നല്ല മനുഷ്യനാകണം എന്ന ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതിന് ഒരാൾ അവന്റെ ജീവിതത്തിലേക്ക് വരണം, അവനെ മാറ്റിയെടുക്കണം എന്ന ബോധം അവർക്കുണ്ടായി. അപ്പോഴാണ് അന്നപൂർണയെ പത്മിനി കാണുന്നത്. അവളെ കണ്ടപ്പോൾ പത്മിനിക്ക് ഒരു പ്രതീക്ഷ തോന്നി. ഈ പെൺകുട്ടിക്ക് അതിന് കഴിയും എന്നൊരു വിശ്വാസം. ഒരു ദിവസം അവർ അന്നപൂർണയെ വിളിച്ചു. ശാന്തമായി പറഞ്ഞു, നിനക്ക് ഒരു ജോലി തരാം, പക്ഷെ അത് ഒരു സാധാരണ ജോലിയല്ല. അന്നപൂർണ പത്മിനി അമ്മയെ നോക്കി. ആശങ്കയും പ്രതീക്ഷയും ഒരുമിച്ച് അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു. എന്ത് ജോലിയാണ് മാഡം എന്നവൾ ചോദിച്ചു. എന്റെ മകനെ മാറ്റിയെടുക്കണം,
എന്ന് പത്മിനിയമ്മ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ അന്നപൂർണ ഒരു നിമിഷം മിണ്ടാതെയായി. കാരണം അതൊരു ജോലി മാത്രമല്ല, അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്ന് അവൾ മനസ്സിലാക്കി. നിനക്കവനെ മാറ്റാൻ കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ജീവിതകാലം മുഴുവൻ നന്നായി ജീവിക്കാൻ കഴിയുന്ന ഒരു ജോലി തരാം. നിന്റെ അമ്മയുടെ ചികിത്സയും ഞാൻ നോക്കാം എന്ന് പത്മിനിയമ്മ പറഞ്ഞു. ആ വാഗ്ദാനം കേട്ടപ്പോൾ അന്നപൂർണയുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ വീണ്ടും തെളിഞ്ഞു. പക്ഷേ അതിനൊപ്പം ഒരു ഭയവും. ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന ചോദ്യം അവളെ അലട്ടാൻ തുടങ്ങി. എന്നിരുന്നാലും അവൾ സമ്മതിച്ചു. കാരണം അവൾക്ക് അവളുടെ അമ്മയെ രക്ഷിക്കണം. അങ്ങനെ അന്നപൂർണ ആദ്യമായി കാർത്തികിന്റെ വീട്ടിലേക്കെത്തി. ആ വീടിന്റെ ഭംഗി വീണ്ടും അവളെ ഞെട്ടിച്ചു. പക്ഷേ ഇപ്രാവശ്യം അവൾ ഒരു ജോലിക്കാരി മാത്രമല്ല, ഒരു ഉത്തരവാദിത്വവുമായി വന്നവളാണ്. അവൾ അകത്തേക്ക് കയറി നിൽക്കുമ്പോൾ കാർത്തിക് അവളെ നോക്കി. ഒരു നിമിഷം അവന്റെ മുഖത്ത് ആശ്ചര്യം തെളിഞ്ഞു. പക്ഷേ ഉടനെ അത് പുച്ഛമായി മാറി. ഇവളോ എന്നവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നെ നോക്കാൻ ഇതുപോലൊരു ദരിദ്രവാസിയാണോ അമ്മ കണ്ടെത്തിയത് എന്ന അവന്റെ വാക്കുകൾ അന്നപൂർണയുടെ ഹൃദയത്തെ കീറിമുറിച്ചു. പക്ഷേ അവൾ ഒന്നും പറഞ്ഞില്ല. അവൾക്ക് ആ നിമിഷം മനസ്സിലായി, ഇവനെ മാറ്റുക എന്നത് എത്ര വലിയ വെല്ലുവിളിയാണെന്ന്. അവൾ ശാന്തമായി നിൽക്കുകയായിരുന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് വീശി തുടങ്ങി. ഇവനെ എനിക്ക് മാറ്റാൻ കഴിയുമോ, അതോ ഞാൻ തന്നെ തകർന്നു പോകുമോ എന്ന ചോദ്യങ്ങൾ അവളെ അലട്ടാൻ തുടങ്ങി. പക്ഷേ അവൾ പിന്നോട്ടു പോകാൻ തയ്യാറായില്ല. കാരണം അവൾക്ക് അമ്മയെ രക്ഷിക്കണം. അവൾക്ക് തന്റെ ജീവിതം മാറ്റണം. ആ വലിയ വീട്ടിൽ ആ അഹങ്കാരിയായ മനുഷ്യന്റെ മുന്നിൽ നിൽക്കുന്ന അന്നപൂർണയ്ക്ക് അപ്പോൾ വ്യക്തമായി മനസ്സിലായി, അത് ഒരു ജോലി മാത്രമല്ല, അതൊരു യുദ്ധമാണ്. അവൾക്ക് ജയിക്കണമെങ്കിൽ ആദ്യം അവൾ അവനെ മനസ്സിലാക്കണം. പക്ഷേ അവനെ സമീപിക്കാൻ പോലും അനുവദിക്കാത്ത ഒരാളെ എങ്ങനെ മാറ്റും? കാർത്തികിന്റെ വീട്ടിലെ ആദ്യ ദിവസം തന്നെ അന്നപൂർണയ്ക്ക് വ്യക്തമായി മനസ്സിലായി, ഇതൊരു സാധാരണ ജോലിയല്ലെന്ന്. ഓരോ നിമിഷവും തന്റെ സഹനശേഷിയും ആത്മവിശ്വാസവും പരീക്ഷിക്കപ്പെടുന്ന ഒരു പോരാട്ടമാണതെന്ന്. ആ വലിയ വീട്ടിലെ ഓരോ ചുവരും അവളുടെ ഉള്ളിലെ ഭയം കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഭാരം അവൾക്ക് തോന്നിയത് കാർത്തികിന്റെ സാന്നിധ്യമായിരുന്നു. അവനുണ്ടെങ്കിൽ ആ വീട്ടിലെ വായു പോലും കടുപ്പമുള്ളതായി മാറും എന്നൊരു വിചിത്രമായ അനുഭവം അവൾക്കുണ്ടായി. ആദ്യ ദിവസങ്ങളിൽ തന്നെ കാർത്തിക് അവളെ പൂർണ്ണമായും അവഗണിച്ചു. അവൾ ഉണ്ടെന്ന കാര്യം പോലും കാണാത്ത പോലെ പെരുമാറി. പക്ഷേ അത് അവൾക്കൊരു ആശ്വാസമായില്ല. കാരണം അവഗണനയുടെ പിന്നിൽ ഒളിഞ്ഞിരുന്ന ഒരു തണുത്ത അവഹേളനമാണ് അവളെ കൂടുതൽ വേദനിപ്പിച്ചത്. ചിലപ്പോൾ അവൻ അവളെ വിളിക്കും, പക്ഷെ അത് സഹായം ചോദിക്കാനല്ല, അവളെ താഴ്ത്തിക്കെട്ടി മറ്റുള്ളവരുടെ മുന്നിൽ കളിയാക്കാൻ. നിനക്ക് ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ അറിയില്ലേ എന്ന ചോദ്യങ്ങൾ. നീ വന്നതുകൊണ്ട് എന്റെ ജീവിതം മാറുമെന്ന് തോന്നുന്നുണ്ടോ എന്ന പുച്ഛം. ആ വാക്കുകളെല്ലാം അവളുടെ മനസ്സിൽ ഒരു മുറിവായി പതിഞ്ഞുകൊണ്ടിരുന്നു. എന്നിരുന്നാലും അന്നപൂർണ പിന്മാറിയില്ല. അവൾക്ക് പത്മിനി നൽകിയ ഉത്തരവാദിത്തം ഓർമ്മയുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ അവൾക്ക് ഓർമ്മയിൽ വന്നത് അമ്മയുടെ അവസ്ഥയായിരുന്നു. ഓരോ തവണയും കാർത്തികിന്റെ വാക്കുകൾ അവളെ തകർക്കുമ്പോൾ അവൾ അമ്മയുടെ മുഖം ഓർത്തു. ഇത് ഞാൻ സഹിക്കണം, ഇത് ഞാൻ ജയിക്കണം എന്ന് അവൾ തന്റെ ഉള്ളിൽ തന്നെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ കാർത്തിക് ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവൻ വളരെ അസഹിഷ്ണുതയോടെ പെരുമാറുകയായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും കോപം, ജോലിക്കാരോട് ഉച്ചത്തിൽ ദേഷ്യപ്പെടുന്നു. ആ അവസ്ഥയിൽ അന്നപൂർണ പതുക്കെ അവന്റെ അടുത്തേക്ക് ചെന്നു. സർ, ചായ എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവളെ നോക്കിയ രീതിയിൽ തന്നെ അവൾക്ക് മനസ്സിലായി, ഇത് ശരിയായ സമയമല്ലെന്ന്. ഇത് ഞാൻ നിന്നോട് ചോദിച്ചതാണോ എന്നവൻ കടുപ്പത്തോടെ ചോദിച്ചു. ആ ശബ്ദത്തിൽ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ട മനുഷ്യന്റെ അസ്വസ്ഥതയുണ്ടായിരുന്നു. അന്നപൂർണയ്ക്ക് ഒരു നിമിഷം പിൻവാങ്ങണമെന്ന് തോന്നി. പക്ഷേ അവൾ അവിടെ തന്നെ നിന്നു. സാറൊന്നും ചോദിച്ചില്ല, പക്ഷേ സാർക്ക് ഇപ്പോ ഇത് ആവശ്യമുണ്ടെന്ന് തോന്നി എന്നവൾ ശാന്തമായി പറഞ്ഞു. ആ മറുപടി കാർത്തികിനെ ഒരു നിമിഷം നിശബ്ദനാക്കി. കാരണം അവൻ ഇത്തരം മറുപടികൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. സാധാരണയായി ആളുകൾ അവന്റെ മുന്നിൽ പേടിച്ചു നിൽക്കാറാണ് പതിവ്. എന്നാൽ ഈ പെൺകുട്ടി ഭയപ്പെടുന്നുണ്ടെങ്കിലും പിന്മാറുന്നില്ല. എന്നെ നീ മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട എന്നവൻ കടുപ്പത്തോടെ പറഞ്ഞു. എന്നാൽ ആ വാക്കുകളിൽ ഒരു ചെറിയ അസ്വസ്ഥതയുമുണ്ടായിരുന്നു. അത് അന്നപൂർണ ശ്രദ്ധിച്ചു. ഞാൻ നിങ്ങളെ മാറ്റാൻ വന്നതാണ് എന്ന് അവൾ പറയാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൾ അത് പറഞ്ഞില്ല. കാരണം അവൾക്ക് മനസ്സിലായിരുന്നു, ഈ മനുഷ്യനെ വാക്കുകൾ കൊണ്ട് ഒരിക്കലും മാറ്റാനാവില്ല. അതിന് സമയം വേണ്ടിവരും. അന്നപൂർണയുടെ ഓരോ ചെറിയ ശ്രമവും കാർത്തികിന്റെ കഠിന പ്രതികരണങ്ങളിൽ തകരുകയായിരുന്നു. അവൾ ഒരിക്കൽ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ പറഞ്ഞു, നിന്റെ ജോലി എന്താണെന്ന് നിനക്കറിയാമോ? ഞാൻ പറയുന്നത് ചെയ്യുക, അത്രമാത്രം. എന്റെ ജീവിതത്തിൽ ഇടപെടണ്ട.
ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് ഒരു നിമിഷം തകർന്നു പോയ പോലെ തോന്നി. കാരണം അവൾക്കിപ്പോൾ വ്യക്തമായി അവനെ സമീപിക്കാൻ പോലും അവൻ അനുവദിക്കുന്നില്ല. പക്ഷെ അതിനൊപ്പം തന്നെ അവൾക്ക് മറ്റൊരു കാര്യവും മനസ്സിലായി. അവന്റെ കോപത്തിന്റെ പിന്നിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരാളുടെ അഹങ്കാരം ഇത്ര ശക്തമാകുന്നത് ഉള്ളിൽ എന്തൊക്കെയോ വിഷമമുള്ളതുകൊണ്ടാണ്. ആ സത്യം അവൾ പതിയെ തിരിച്ചറിഞ്ഞു. ഒരു രാത്രി കാർത്തിക് വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. അവൻ സാധാരണ പോലെയല്ലായിരുന്നു. അവന്റെ നടത്തത്തിൽ ഒരു അസന്തുലിതാവസ്ഥ. അവൻ മദ്യം കഴിച്ചിരുന്നതായി അവൾക്ക് മനസ്സിലായി. അവൻ സോഫയിലിരുന്നു, തല താഴ്ത്തി. ആ നിമിഷം ആദ്യമായി അവൻ ശക്തനായ മനുഷ്യനല്ലായിരുന്നു, തകർന്ന ഒരാളായി അവൾക്ക് തോന്നി. അന്നപൂർണ ഒരു നിമിഷം അവിടെ നിന്നു. അവന്റെ അടുത്തേക്ക് പോകണോ എന്ന് അവൾക്കറിയില്ലായിരുന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വന്നു. ഇതാണ് അവസരം. അവൾ പതുക്കെ അവന്റെ അടുത്തേക്ക് ചെന്നു. സർ, വെള്ളം എന്ന് പറഞ്ഞു. കാർത്തിക് തലയുയർത്തി അവളെ നോക്കി. ആ കണ്ണുകളിൽ ഒരു ക്ഷീണം, ഒരു വേദന. അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനെ പോലെ അവൾക്ക് തോന്നി. നീ എന്താണ് ശ്രമിക്കുന്നത് എന്നവൻ ചോദിച്ചു. ആ ചോദ്യത്തിൽ കോപമില്ലായിരുന്നു, മറിച്ച് ഒരു ആശയക്കുഴപ്പം. അന്നപൂർണയ്ക്ക് ഒരു നിമിഷം ഉത്തരം പറയാനായില്ല. പക്ഷേ അവൾ ശാന്തമായി പറഞ്ഞു, കാരണം നിങ്ങൾ ഇങ്ങനെയുള്ളവനല്ല. നിങ്ങൾ മാറണമെന്ന് നിങ്ങളുടെ അമ്മ ആഗ്രഹിക്കുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ കാർത്തിക് ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ സന്തോഷമില്ല. നിനക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നവൻ പറഞ്ഞു. ഞാൻ അറിയാൻ ശ്രമിക്കുകയാണ് സർ എന്ന് അന്നപൂർണ മറുപടി നൽകി. ആ മറുപടി കേട്ടപ്പോൾ കാർത്തിക് വീണ്ടും നിശബ്ദനായി. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൻ വീണ്ടും തന്റെ പഴയ സ്വഭാവത്തിലേക്ക് മടങ്ങി. നിന്റെ പരിധി നീ മറക്കരുത് എന്നവൻ കടുപ്പത്തോടെ പറഞ്ഞു. ആ വാക്കുകൾ വീണ്ടും അവളെ പിന്നോട്ട് തള്ളിയെങ്കിലും ഇപ്രാവശ്യം അവൾ പൂർണ്ണമായും തകർന്നില്ല. കാരണം അവൾക്കിപ്പോൾ ഒരു ചെറിയ വെളിച്ചം കാണാൻ തുടങ്ങി. ഈ മനുഷ്യന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ. പക്ഷേ അതിനു മുമ്പ് അവൾക്ക് അവന്റെ വിശ്വാസം നേടണം. അതൊന്നും അത്ര എളുപ്പമല്ല. കാരണം കാർത്തിക് ആരെയും വിശ്വസിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ അന്നപൂർണയുടെ മുന്നിലുള്ള ഈ പോരാട്ടം അപ്പോഴും തുടക്കത്തിലാണ്. പക്ഷേ അവൾക്ക് പിന്നോട്ടു പോകാനാവില്ല. കാരണം ഇതിനിയൊരു ജോലി മാത്രമല്ല, അവളുടെ ജീവിതം മാറ്റാനുള്ള ഒരു മാർഗം കൂടിയാണിത്. ആ രാത്രി നടന്ന ചെറിയ സംഭാഷണത്തിന് ശേഷം അന്നപൂർണയുടെ മനസ്സിൽ ഒരു മാറ്റം സംഭവിച്ചിരുന്നു. ഇതുവരെ കാർത്തിക്കിനെ ഒരു അഹങ്കാരിയായ മനുഷ്യനായി മാത്രം കണ്ടിരുന്ന അവൾക്ക് ഇപ്പോൾ അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ തകർന്നിരിക്കുന്നു എന്നൊരു ബോധം വ്യക്തമായി തോന്നി തുടങ്ങി. പക്ഷേ ആ സത്യത്തെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലായിരുന്നു. കാരണം അവൻ തന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് ആരും അറിയാൻ അനുവദിക്കാത്ത ഒരാളാണ്. അവന്റെ ചിരിയുടെ പിന്നിലും കോപത്തിന്റെ പിന്നിലും അവഹേളനത്തിന്റെ പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടെത്തുക എന്നത് ഒരു അടഞ്ഞ വാതിൽ തുറക്കുന്നത് പോലെയായിരുന്നു. അന്നപൂർണ ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ നേരിട്ട് ചോദിച്ചാൽ അവൻ ഒരിക്കലും തുറന്ന് സംസാരിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ നിരീക്ഷിക്കാൻ തുടങ്ങി. കാർത്തിക്കിന്റെ ഓരോ ചെറിയ പ്രതികരണവും, ഓരോ ശീലവും, ഓരോ നിശബ്ദതയും അവൾ ശ്രദ്ധിച്ചു. അവൻ പുറത്തേക്ക് എല്ലാവർക്കും മുന്നിൽ ശക്തനായ ഒരാളായി അഭിനയിക്കുന്നുണ്ടെങ്കിലും വീട്ടിനകത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവന്റെ മുഖത്ത് കാണുന്ന ക്ഷീണം അവളെ ചിന്തിപ്പിച്ചു. പല രാത്രികളിലും അവൻ ഒറ്റയ്ക്കിരുന്ന് ഏറെ നേരം നിശബ്ദനായിരിക്കുന്നു. ചിലപ്പോൾ കയ്യിൽ ഗ്ലാസ് പിടിച്ച് ചിന്തകളിൽ മുഴുകുന്നതും അവൾ കണ്ടു. ആ നിമിഷങ്ങളിൽ അവൻ അഹങ്കാരിയായ കാർത്തികല്ല, എന്തോ നഷ്ടപ്പെട്ട ഒരാളാണ്. ഒരു ദിവസം പത്മിനി അമ്മയോട് സംസാരിക്കുമ്പോൾ അന്നപൂർണ അവളുടെ മനസ്സിലുള്ള സംശയം പങ്കുവെച്ചു. അമ്മേ, കാർത്തിക് സാറ് ഇങ്ങനെ ആകാൻ എന്താണ് കാരണം എന്ന അവളുടെ ചോദ്യം കേട്ടപ്പോൾ പത്മിനി ഒരു നിമിഷം മിണ്ടാതെയായി. അവളുടെ കണ്ണുകളിൽ ഒരു പഴയ വേദന തെളിഞ്ഞു. ആ നിശബ്ദത തന്നെ ഒരു കഥ പറഞ്ഞതുപോലെ തോന്നി. അവൻ ഇങ്ങനെ ആയത് ഇന്നലെയല്ല മോളെ എന്ന് പത്മിനി പതുക്കെ തുടങ്ങി. അവനും ഒരിക്കൽ വളരെ സ്നേഹമുള്ള കുട്ടിയായിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ അന്നപൂർണയ്ക്ക് അതിശയം തോന്നി. കാരണം ഇപ്പോഴത്തെ കാർത്തിക്കിനോട് അത് ബന്ധിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. പത്മിനി തുടർന്നു. അവന്റെ അച്ഛൻ വളരെ കർക്കശക്കാരനായിരുന്നു. പണം, സ്ഥാനമാനം അവയാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടത്. കാർത്തിക് എന്തു ചെയ്താലും അത് മതിയാകില്ലായിരുന്നു. എപ്പോഴും കൂടുതൽ വേണം, കൂടുതൽ മികച്ചതാകണം എന്നൊരു സമ്മർദ്ദം. ചെറിയ പ്രായത്തിൽ തന്നെ അവൻ തന്റെ വികാരങ്ങൾ ഒളിപ്പിക്കാൻ പഠിച്ചു. കരയരുത്, ദുർബലനാകരുത് എന്നൊക്കെ അവനോട് പറഞ്ഞു വളർത്തി. ആ കഥ കേൾക്കുമ്പോൾ അന്നപൂർണയുടെ മനസ്സ് മൃദുവായി. പക്ഷേ പത്മിനിയുടെ അടുത്ത വാക്കുകൾ അവളെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോയി. ഒരു ദിവസം അവന്റെ ജീവിതം പൂർണ്ണമായും മാറി എന്ന് പറഞ്ഞ് പത്മിനി ഒരു നിമിഷം നിശബ്ദയായി. അവൻ സ്നേഹിച്ച ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു.
അന്നപൂർണയുടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകൃതമായി. അവളെ അവൻ വളരെയധികം സ്നേഹിച്ചിരുന്നു. പക്ഷേ അവൾ പണം കണ്ട് അവനെ വിട്ട് മറ്റൊരുത്തന്റെ കൂടെ പോയി. ആ വാക്കുകൾ കേട്ടപ്പോൾ അന്നപൂർണയുടെ ഉള്ളിൽ എന്തൊക്കെയോ കലങ്ങിമറിഞ്ഞു. കാരണം അത് കാർത്തിക്കിന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിന് ഒരു ഉത്തരമായി തോന്നി. അന്നു മുതൽ അവൻ മാറി. പത്മിനിയുടെ ശബ്ദം വേദനയിൽ നിറഞ്ഞിരുന്നു. അവന് ഇനി ആരെയും വിശ്വസിക്കാൻ കഴിയില്ല മോളെ. അവന്റെ കാഴ്ചയിൽ എല്ലാ ബന്ധങ്ങളും ഒരു സ്വാർത്ഥത മാത്രമാണ്. പണം കൊണ്ട് എല്ലാം നിയന്ത്രിക്കാമെന്ന് അവൻ വിശ്വസിക്കാൻ തുടങ്ങി. ആ കഥ കേട്ടപ്പോൾ അന്നപൂർണയ്ക്ക് ഇപ്പോൾ കാർത്തിക്കിന്റെ അഹങ്കാരത്തിന്റെ പിന്നിലെ സത്യം മനസ്സിലായി. അത് അഹങ്കാരം മാത്രമല്ല, അതൊരു പ്രതിരോധമാണ്. വീണ്ടും വേദനിക്കാതിരിക്കാൻ അവൻ തന്നെ കെട്ടിപ്പടുത്ത ഒരു മതിൽ. അന്നപൂർണ ആ ദിവസം മുഴുവൻ ആലോചിച്ചു. ആ മതിൽ ഞാൻ എങ്ങനെ തകർക്കും എന്ന ചോദ്യം അവളെ അലട്ടി. കാരണം അവൾക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി, അവനെ മാറ്റണമെങ്കിൽ ആദ്യം അവന്റെ വേദന മനസ്സിലാക്കണം. പക്ഷെ അതിനിടയിൽ ഒരു പുതിയ പ്രശ്നം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആശുപത്രിയിൽ നിന്ന് വിളി വന്നു. അമ്മയുടെ ആരോഗ്യനില വീണ്ടും മോശമായി. അടിയന്തര ചികിത്സ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ആ വാർത്ത കേട്ടപ്പോൾ അന്നപൂർണയുടെ ലോകം വീണ്ടും തകർന്നു. അവൾക്ക് ഒരു നിമിഷം ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇനി എങ്ങനെ എന്ന ചോദ്യം അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉയർന്നു. അവൾ ഒറ്റയ്ക്കിരുന്ന് തലയിൽ കൈവച്ച് കരഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊരു നിസ്സഹായത അവളെ മുഴുവനായി പിടിച്ചടക്കി. ഒരു വശത്ത് കാർത്തിക്കിനെ മാറ്റാനുള്ള ഉത്തരവാദിത്വം, മറുവശത്ത് അമ്മയുടെ ജീവൻ. ഇത് രണ്ടും ഒരുമിച്ച് അവളെ ഞെരുക്കിക്കൊണ്ടിരുന്നു. ആ നിമിഷം അവളുടെ മനസ്സിൽ വീണ്ടും കാർത്തിക്കിന്റെ വാക്കുകൾ മുഴങ്ങി. നിനക്ക് വേറെ വഴിയില്ല. ആ വാക്കുകൾ ഇപ്പോൾ ഒരു ഭീഷണിയായി അവളുടെ മുന്നിൽ വന്നു. അവൾ എഴുന്നേറ്റു, കണ്ണുനീർ തുടച്ചു. ഇനി ഞാൻ തകരാൻ പാടില്ല എന്നവൾ തീരുമാനിച്ചു. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു വലിയ യുദ്ധം നടക്കുകയായിരുന്നു. ഞാൻ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? അത് അവളെ ഉള്ളിൽ നിന്ന് കീറി മുറിച്ചുകൊണ്ടിരുന്നു. അതേസമയം കാർത്തിക് അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവളുടെ മാറ്റം അവന് മനസ്സിലായി. അന്നപൂർണയുടെ കണ്ണുകളിൽ അപ്പോൾ ഒരു പുതിയ വേദനയുണ്ടായിരുന്നു. അത് കാർത്തിക്കിന് പോലും അവഗണിക്കാൻ കഴിയാത്തതായിരുന്നു. മാസങ്ങൾക്ക് ശേഷമുള്ള ആ രാത്രി കാർത്തിക്കിന്റെ മുന്നിൽ നിന്നിരുന്ന ആ നിമിഷം മുതൽ അന്നപൂർണയുടെ ഉള്ളിൽ ഒരു നിശബ്ദമായ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. പുറമേ എല്ലാം സാധാരണ പോലെ നടന്നു പോകുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ ഓരോ നിമിഷവും ഒരു തരം തകർച്ചയും പുനർനിർമ്മാണവും ഒരുമിച്ച് നടക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ അവളുടെ മുന്നിൽ ഒരു ചോദ്യം മാത്രമാണ് നിലകൊള്ളുന്നത്. കാർത്തിക് പറഞ്ഞ നിബന്ധന ഞാൻ അംഗീകരിക്കണോ? അതിനു പുറമെ മറ്റൊരു വഴിയും അവൾക്ക് കാണുന്നില്ലായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വന്ന അടിയന്തര സന്ദേശങ്ങൾ, അമ്മയുടെ ജീവൻ അപകടത്തിലാണെന്ന ഭയം, പത്മിനിയമ്മ നൽകിയ വാഗ്ദാനം, കാർത്തിക്കിന്റെ തണുത്ത ശബ്ദം, ഇവയെല്ലാം ഒരുമിച്ച് അവളുടെ മനസ്സിനെ ഞെരുക്കിക്കൊണ്ടിരുന്നു. ആ രാത്രി അവൾക്ക് ഉറങ്ങാനായില്ല. കിടക്കയിൽ കിടന്നിരുന്നെങ്കിലും അവളുടെ കണ്ണുകൾ അടയുന്നില്ല. മേൽക്കൂര നോക്കി കിടക്കുമ്പോൾ അവൾ തന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും വീണ്ടും വീണ്ടും ഓർത്തെടുത്തു. അച്ഛന്റെ മരണം, അമ്മയുടെ മാനസിക തകർച്ച, ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതത്തോട് പോരാടി തുടങ്ങിയ ദിനങ്ങൾ, അവൾ ഒരിക്കലും വഴങ്ങാത്ത പോരാട്ടങ്ങൾ, ഇവയെല്ലാം അവൾക്ക് ഒരുതരം ശക്തി നൽകിയിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ പോരാട്ടം അതെല്ലാം മറികടക്കുന്നതായിരുന്നു. കാരണം ഇത് പുറത്തുള്ള പ്രശ്നമല്ല, ഇത് അവളുടെ ഉള്ളിലെ യുദ്ധമാണ്. ഞാൻ ഇതുവരെ ഒരിക്കലും തോറ്റിട്ടില്ല എന്നവൾ തന്റെ ഉള്ളിൽ തന്നെ പറഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം തന്നെ മറ്റൊരു ശബ്ദം, ഇതൊരു തോൽവിയല്ല, ഇത് ഒരു വിലയിടലാണ്. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തെ കൂടുതൽ ഭാരമേറിയതാക്കി. ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എത്ര ദൂരം പോകണം എന്ന ചോദ്യമാണ് അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്കറിയാമായിരുന്നു, അവൾ എന്ത് തീരുമാനമെടുത്താലും അതിന്റെ ഫലം അവൾക്ക് ജീവിതം മുഴുവൻ വഹിക്കേണ്ടി വരും. അന്നപൂർണ പതുക്കെ എഴുന്നേറ്റു, ജനലിനരികിൽ പോയി നിന്നു. പുറത്ത് ഇരുട്ടായിരുന്നു. എന്നാൽ ആ ഇരുട്ടിനുള്ളിൽ പോലും അവൾ ഉത്തരം തേടുകയായിരുന്നു. ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു നിശബ്ദമായ നിലവിളി അവളുടെ ഉള്ളിൽ നിന്നുയർന്നു. പക്ഷേ മറുപടി ഒന്നും കിട്ടിയില്ല. ആ നിശബ്ദമായ രാത്രി അവളെ കൂടുതൽ ഒറ്റപ്പെടുത്തി. അടുത്ത ദിവസം രാവിലെ അവൾ ആശുപത്രിയിലേക്ക് പോയി. അമ്മയെ കാണാൻ. കിടക്കയിൽ കിടക്കുന്ന അമ്മയുടെ മുഖം കണ്ട നിമിഷം തന്നെ അവളുടെ ഹൃദയം തകർന്നു. ഓക്സിജൻ മാസ്ക്, മോണിറ്ററുകളുടെ ശബ്ദം, ഡോക്ടർമാരുടെ തിരക്ക്, ആ ദൃശ്യം അവൾക്ക് സഹിക്കാനാവാത്തതായിരുന്നു. അവൾ അമ്മയുടെ കൈ പിടിച്ചു. അമ്മ എന്ന് വിളിച്ചെങ്കിലും അമ്മയ്ക്ക് മറുപടി പറയാൻ കഴിയുന്നില്ലായിരുന്നു. എന്നാൽ അമ്മയുടെ വിരലുകൾ ചെറിയൊരു ചലനം കാണിച്ചു. അത് അന്നപൂർണയ്ക്ക് അവളുടെ പഴയ ലോകം തിരിച്ചു തരുമെന്ന ഉറപ്പ് നൽകി. ഇനി താമസിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അന്നപൂർണയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പണം അറേഞ്ച് ചെയ്യണം. ആ വാക്കുകൾ വീണ്ടും അവളുടെ മനസ്സിൽ ഒരു മിന്നൽ പോലെ പതിച്ചു. അവൾക്ക് അപ്പോൾ വ്യക്തമായി, സമയം അവളുടെ കയ്യിൽ നിൽക്കുന്നില്ല.
ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവൾ ഒരു നിമിഷം പോലും നിൽക്കാതെ നേരെ കാർത്തികിന്റെ വീട്ടിലേക്ക് തിരിച്ചു. പക്ഷേ ഓരോ ചുവടും അവൾക്ക് ഭാരമേറിയതായിരുന്നു. ഇതാണോ ഞാൻ തിരഞ്ഞെടുക്കേണ്ട വഴി എന്ന ചോദ്യം അവളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഉയർന്നു. പക്ഷെ അവൾ നിർത്തിയില്ല. കാരണം അവൾക്കിനി തിരിഞ്ഞു പോകാൻ കഴിയില്ല. വീട്ടിലേക്ക് കയറുമ്പോൾ കാർത്തിക് അവിടെ തന്നെ നിന്നിരുന്നു. അവളെയും നോക്കി. ആ നിമിഷം ഇരുവരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവരുടെ ഇടയിൽ ഒരു നിശബ്ദമായ സമ്മർദ്ദമുണ്ടായിരുന്നു. അന്നപൂർണയുടെ കണ്ണുകളിൽ അപ്പോൾ ഒരു തീരുമാനത്തിന്റെ നിഴൽ, കാർത്തികിന്റെ കണ്ണുകളിൽ ഒരു കാത്തിരിപ്പ്. സർ എന്ന് അവൾ തുടങ്ങി. പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വരാൻ തയ്യാറായില്ല. അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു, ഒരു ദീർഘനിശ്വാസമെടുത്തു. ഇത് ഞാൻ ചെയ്യണോ എന്ന് അവൾ അവസാനമായി അവളുടെ ഉള്ളിൽ ചോദിച്ചു. പക്ഷെ അതിനുള്ള ഉത്തരം നൽകാൻ അവൾക്കിനി സമയമില്ല. കാർത്തിക് അവളെ നോക്കി നിന്നു. അവന്റെ മനസ്സിലപ്പോൾ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അവൾ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്ന ചോദ്യം അവനെ അലട്ടി. കാരണം അവൻ ആദ്യമായി തന്റെ വാക്കുകളുടെ ഭാരം മനസ്സിലാക്കാൻ തുടങ്ങി. എന്നാൽ അതിനെ പിൻവലിക്കാൻ അവന്റെ അഹങ്കാരം അനുവദിച്ചില്ല. അന്നപൂർണ പതുക്കെ കണ്ണുകൾ തുറന്നു. അവൾ നേരെ കാർത്തികിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ അപ്പോൾ ഭയമില്ലായിരുന്നു. അതിനൊപ്പം ഒരു വേദന, ഒരു തീരുമാനവും തകർച്ചയും ഒരുമിച്ചു കലർന്ന ഒരു വേദന. ആ നിമിഷം അവൾക്ക് തന്നെ തോന്നി, ഇതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് എന്ന്. അമ്മയെ രക്ഷിക്കണം എന്ന വാക്ക് അവളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. അതിന്റെ പിന്നാലെ മറ്റൊരു വാക്ക്, എന്നെ ഞാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ രണ്ടു വാക്കുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവളുടെ ഹൃദയം തന്നെ പൊട്ടിത്തെറിക്കാൻ പോകുന്നത് പോലെ തോന്നി. ആ മുറിയിൽ വീണ്ടും നിശബ്ദത പടർന്നു. പക്ഷെ ആ നിശബ്ദതയുടെ പിന്നിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ഒളിഞ്ഞിരുന്നു. അന്നപൂർണയുടെ അടുത്ത വാക്കുകൾ ആ കൊടുങ്കാറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരാനിരിക്കുകയാണ്. അവൾ തന്റെ കൈകൾ ഉറച്ചു പിടിച്ചു. ഒരു നിമിഷം കൂടി ചിന്തിച്ചു. പിന്നെ സംസാരിക്കാൻ വായ തുറന്നു. പക്ഷേ ആ വാക്കുകൾ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി തുടങ്ങി. അന്നപൂർണയുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ തീരുമാനമെടുത്ത ആ രാത്രി അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ മരിച്ചുപോയിരുന്നു. വാക്കു കൊടുത്താൽ അത് പാലിക്കണം എന്ന ഒരു ഉറച്ച നിലപാട് അവളെ ആ വഴിയിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിലും ആ വാക്കിന്റെ ഭാരമാണ് ഇപ്പോൾ അവളുടെ ഹൃദയം കീറി മുറിക്കുന്നത്. കാർത്തികിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു എന്ന് അവൾ പറയുമ്പോൾ അവളുടെ ശബ്ദം വിറച്ചിരുന്നു. ആ വാക്കുകൾ പറയാൻ അവൾക്ക് എത്ര വലിയ മാനസിക വേദന സഹിക്കേണ്ടി വന്നുവെന്ന് അവൾക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. എന്നാൽ ആ നിമിഷം പോലും അവളുടെ ഉള്ളിൽ ഒരു സംശയം ഉറച്ചു നിന്നു. ആദ്യ ദിവസം തന്നെ നോക്കി എന്നെ നോക്കാൻ ഇവളെ പോലൊരു ദരിദ്രവാസിയെ മാത്രമേ അമ്മയ്ക്ക് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇന്നിപ്പോൾ എന്തിനാണ് തന്നെ തന്നെ വേണമെന്ന് ആവശ്യപ്പെടുന്നത്? ആ ചോദ്യത്തിന് അവൾക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല. പത്മിനി അമ്മ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന ഭയം, ഈ ഒരു തീരുമാനത്തോടെ തന്നെ തന്റെ ജീവിതം മുഴുവൻ തകർന്നു പോകുമോ എന്ന ആശങ്ക മറുവശത്ത്, തന്റെ ആത്മാഭിമാനം ഇനി ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന വേദന, ഇവയെല്ലാം ഒരുമിച്ച് അവളെ തളർത്തിയെങ്കിലും അമ്മയെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊരു ചിന്ത അവളെ മുന്നോട്ട് നയിച്ചു. അതുകൊണ്ട് തന്നെ അവൾ കാർത്തികിന്റെ നിബന്ധന അംഗീകരിച്ചു. അവൻ നൽകിയ പണം കയ്യിലെടുത്തപ്പോൾ തന്നെ അവളുടെ കൈകൾ വിറച്ചു തുടങ്ങി. പക്ഷേ ആ പണം അവൾ നേരെ ആശുപത്രിയിൽ എത്തിച്ചു. ഇനി എന്ത് സംഭവിച്ചാലും അമ്മ രക്ഷപ്പെടണം എന്നൊരു പ്രാർത്ഥനയോടെ അവൾ അവിടെ നിന്ന് തിരിച്ചു. വീണ്ടും കാർത്തികിന്റെ വീട്ടിലേക്ക് നടന്നെത്തുമ്പോൾ അവളുടെ ഓരോ ചുവടും ഭാരമേറിയതായിരുന്നു. ഹൃദയം ശക്തമായി മിടിച്ചു. ശ്വാസം പിടഞ്ഞുകൊണ്ടിരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കാർത്തിക് അവിടെ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അവന്റെ മുഖത്ത് ഒരു ചെറിയ വിജയിയുടെ ഭാവം തെളിഞ്ഞു. അത് അവളുടെ ഉള്ളിൽ വീണ്ടും ഒരു വേദന സൃഷ്ടിച്ചു. അവളുടെ ശരീരം മുഴുവൻ വിറച്ചു തുടങ്ങി. എന്നാൽ അവൾ പിന്നോട്ട് പോയില്ല. കാരണം ഇനി അവൾക്ക് തിരിഞ്ഞു പോകാൻ കഴിയില്ല. വാ എന്ന് അവൻ വിളിച്ചപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് തന്നെ അവന്റെ പിന്നാലെ നടന്നു. കണ്ണുനീർ തടയാൻ അവൾക്ക് കഴിഞ്ഞില്ല. മുറിയിലേക്ക് കയറിയപ്പോൾ അവൻ അവളോട് ശാന്തമായി പറഞ്ഞു, നീ കുളിച്ചു വരൂ, സുന്ദരിയായിരിക്കണം. ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ ഹൃദയം ഒരു നിമിഷം നിലയ്ക്കുന്നത് പോലെ തോന്നി. എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊരു ഭയം വീണ്ടും അവളെ പിടിച്ചുകുലുക്കി. എന്നാൽ അവൾ ഒന്നും ചോദിച്ചില്ല. കാരണം അവൾക്ക് ചോദിക്കാൻ പോലും അവകാശമില്ലെന്നൊരു തോന്നൽ അവളെ മൂടിയിരുന്നു. അവൾ ബാത്റൂമിലേക്ക് കയറി. വെള്ളം തലയിൽ വീഴുമ്പോൾ പോലും അവളുടെ കണ്ണുനീർ നിർത്താനായില്ല. ഇതായിരിക്കുമോ എന്റെ ജീവിതം എന്നൊരു ചോദ്യം അവളുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങി. കാർത്തിക് ഒരുക്കിയ പുതിയ സാരി, അലങ്കാരങ്ങൾ അവയെല്ലാം അവൾ ധരിച്ചു. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവൾക്ക് തന്നെ അവളെ തിരിച്ചറിയാനായില്ല.
പുറത്തേക്ക് സുന്ദരിയായ ഒരാൾ, ഉള്ളിൽ തകർന്നു നിൽക്കുന്ന ഒരു സ്ത്രീരൂപം. കുറച്ചു സമയം കഴിഞ്ഞ് കാർത്തിക് മുറിയിലേക്ക് വന്നു. അവളെ കണ്ട നിമിഷം അവൻ നിശ്ചലനായി നിന്നു. അവളുടെ സൗന്ദര്യം ഒരു നിമിഷം അവനെ സ്തബ്ധനാക്കി. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. അന്നപൂർണ ഭയന്ന് ഒരു ചുവട് പിന്നോട്ട് വെച്ചു. അവളുടെ ആ പേടി കണ്ടപ്പോൾ കാർത്തിക് ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, നിന്റെ പേടി കാണാനും ഒരു ചേലക്കയുണ്ട്. ആ വാക്കുകൾ അവളെ വീണ്ടും തകർത്തു. അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കാർത്തിക് ശാന്തമായി പറഞ്ഞു, ഇതുവരെ ഒരു പെണ്ണിനോടും ഞാൻ മോശമായി പെരുമാറിയിട്ടില്ല, അതുകൊണ്ട് നീ പേടിക്കണ്ട. ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് ഒരു നിമിഷം ഒന്നും മനസ്സിലായില്ല. പക്ഷേ അവന്റെ ശബ്ദത്തിൽ ഒരു സത്യസന്ധത അവൾക്ക് തോന്നി. അവൻ ഒരിക്കലും തന്നെ ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസം അവളുടെ ഉള്ളിൽ പതുക്കെ വളർന്നു. അത് അവൾക്ക് വലിയൊരു ആശ്വാസമായി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ കിടക്കയിലിരുത്തി. അവനും അവളുടെ അടുത്തിരുന്നു. അവൻ കുറച്ചു നിമിഷം നിശബ്ദമായി അവളെ നോക്കി. പിന്നെ ചോദിച്ചു, നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ ഒരിക്കൽ മദ്യപിച്ചു വന്ന ദിവസം നീ എന്നോട് സംസാരിച്ചത്? അന്നപൂർണ അതിശയത്തോടെ അവനെ നോക്കി. അവൾക്ക് ആ സംഭവം ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് അവനിപ്പോൾ എന്തിനു പറയുന്നുവെന്ന് അവൾക്ക് മനസ്സിലായില്ല. അന്ന് നീ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ എന്നവൻ വീണ്ടും ചോദിച്ചു. അവൾ മിണ്ടാതെയിരുന്നു. എന്നാൽ അവന്റെ വാക്കുകൾ തുടർന്നു. നീ അന്ന് എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് നിന്റെ സ്വഭാവത്തിന്റെ വിലയിരുത്തലായിരുന്നു. പണത്തേക്കാൾ ബന്ധങ്ങൾക്കും മനുഷ്യ സ്നേഹത്തിനുമാണ് നീ വില നൽകുന്നത്. അത് അന്ന് എനിക്ക് മനസ്സിലായി. അന്നപൂർണ അവനെ ആശ്ചര്യത്തോടെ നോക്കി. അവൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. കാർത്തിക് ഒരു ദീർഘനിശ്വാസം എടുത്തു. നിന്നെ വിവാഹം കഴിക്കുന്ന ആൾ ഭാഗ്യവാനായിരിക്കുമെന്ന് അന്ന് എനിക്ക് തോന്നിയിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷെ ഇപ്രാവശ്യം അത് ഭയത്തിന്റെ കണ്ണുനീരല്ല, ആശയക്കുഴപ്പത്തിന്റേതായിരുന്നു. നിനക്കിപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് എനിക്കറിയാം. ശരി, ഞാനെല്ലാം പറഞ്ഞു തരാം. അവൻ കുറച്ചു നിമിഷം നിശബ്ദനായി നിന്നു. പിന്നെ തുടർന്നു, ആ ദിവസം ഞാൻ മദ്യപിച്ചിരുന്നില്ല. ഒരിക്കലും ഞാൻ മദ്യപിച്ചിട്ടുമില്ല. അന്നപൂർണ ഒന്ന് ഞെട്ടി. അവളുടെ മുഖത്ത് അതിശയം വ്യക്തമായി. എന്റെ അമ്മയ്ക്ക് നല്ലൊരു മരുമകളെ വേണം, എനിക്ക് നല്ലൊരു ഭാര്യയും. നീ എനിക്ക് ഓക്കെയാണ്. അവൻ ശാന്തനായി പറഞ്ഞു. സർ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് അന്നപൂർണ വിറച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. നാളെ നമ്മുടെ വിവാഹമാണ് എന്ന് കാർത്തിക് കൂട്ടിച്ചേർത്തു. ആ വാക്കുകൾ കൂടി കേട്ടപ്പോൾ അവൾക്ക് കാല് നിലത്തുറയ്ക്കാത്തതുപോലെ തോന്നി. എന്റെ അമ്മ എന്നവൾ ചോദിച്ചു. കാർത്തിക് ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് ഇപ്പോ ഒരു കുഴപ്പവുമില്ല. നീ ഇവിടെ ജോലിക്ക് വന്ന ദിവസം മുതൽ തന്നെ അമ്മയുടെ ചികിത്സ മുഴുവൻ പത്മിനി അമ്മ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിന്റെ അമ്മയ്ക്ക് എല്ലാം നല്ല ഓർമ്മയുണ്ട്. അന്നപൂർണ അത് കേട്ട് പൊട്ടിക്കരഞ്ഞു. ആ നിമിഷം അവളുടെ ഉള്ളിൽ കെട്ടിക്കിടന്നിരുന്ന എല്ലാ വേദനയും പുറത്തേക്കൊഴുകി. കാർത്തിക് പതുക്കെ പറഞ്ഞു, എന്റെ കൂടെ വാ, നമുക്കൊരിടം വരെ പോകാം. എങ്ങോട്ടാണ് സർ? അവന്റെ ഓരോ വാക്കും അന്നപൂർണയുടെ മനസ്സിൽ ആശയക്കുഴപ്പം നിറച്ചിരുന്നു. പേടിക്കണ്ട, നീ വാ. അവൻ അവളെ കൊണ്ട് മുകളിലെ മുറിയിലേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ അവൾ കണ്ട കാഴ്ച അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ അമ്മ പൂർണ്ണ ആരോഗ്യത്തോടെ അവിടെ നിൽക്കുന്നു. കൂടെ പത്മിനി അമ്മയും. അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അന്നപൂർണ അവരുടെ അടുത്തേക്ക് ഓടി. അവൾ അമ്മയെ ചേർത്ത് പിടിച്ചു. ആ കെട്ടിപ്പിടുത്തത്തിൽ വേദനയും സന്തോഷവും ആശ്വാസവും എല്ലാം ഒരുമിച്ചു കലർന്നിരുന്നു. പത്മിനിയമ്മ മുന്നോട്ട് വന്ന് അന്നപൂർണയുടെ തലയിൽ തലോടി. അന്നപൂർണ കണ്ണു നിറഞ്ഞ് കാർത്തികിനെ നോക്കി. കാർത്തിക് പതുക്കെ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകളിൽ നേരെ നോക്കി പറഞ്ഞു, ഞാൻ നിന്നെ പരീക്ഷിച്ചു, പക്ഷേ നീ എന്നെ തന്നെ മാറ്റി. പണം കൊണ്ട് എല്ലാം വാങ്ങാമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ നീ എന്നെ പഠിപ്പിച്ചത് സ്നേഹം ഒരിക്കലും അങ്ങനെ വാങ്ങാൻ കഴിയില്ല, അത് നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടതാണ് എന്നാണ്. അവൻ അവളുടെ കൈപിടിച്ചു. ഇനി നിന്റെ ജീവിതത്തിൽ ഒരു വേദനയും ഞാൻ തരില്ല. നീ സമ്മതിച്ചാൽ എന്റെ ജീവിതം മുഴുവൻ ഞാൻ നിന്നെ സ്നേഹിക്കും. അന്നപൂർണയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം അത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. അവൾ ഒന്നും പറയാതെ തലകുനിച്ചു. ആ മുറിയിൽ നിശബ്ദത നിറഞ്ഞു. പക്ഷെ ആ നിശബ്ദതയിൽ തന്നെ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമുണ്ടായിരുന്നു. മുകളിലെ മുറിയിൽ അമ്മയെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന അന്നപൂർണയുടെ കണ്ണുകളിൽ അവളുടെ ഭയം, അവളുടെ നഷ്ടങ്ങൾ, അവളുടെ പോരാട്ടങ്ങൾ എല്ലാം കലർന്നിരുന്നു. പക്ഷെ ആ വേദനയ്ക്കൊപ്പം ഇപ്പോൾ ഒരു ആശ്വാസവും ഉണ്ടായി. അമ്മയെ താൻ നഷ്ടപ്പെടുത്തിയില്ല എന്നൊരു ഉറച്ച സത്യം അവളുടെ ഉള്ളിൽ ഒരു പ്രകാശമായി തെളിഞ്ഞു. അവൾ അമ്മയുടെ കൈ പിടിച്ച് വീണ്ടും വീണ്ടും നോക്കി.
ഇത് സത്യം തന്നെയാണോ എന്ന സംശയം പോലും അവളെ വിട്ടുമാറിയില്ല. അന്നപൂർണ, ഞാൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി. പക്ഷെ ഒന്നും പറഞ്ഞില്ല. കാരണം അവളുടെ ഉള്ളിൽ അപ്പോഴും ആ രാത്രിയുടെ വേദന മായാതെ കിടക്കുകയായിരുന്നു. അത് അവൻ മനസ്സിലാക്കി. നിന്നെ ഞാനൊരു നിബന്ധനയ്ക്ക് മുന്നിൽ നിർത്തി. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയിലേക്ക് ഞാൻ നിന്നെ തള്ളിയിട്ടു. അതിന് എനിക്ക് ഒരിക്കലും മാപ്പ് തരാൻ നിനക്ക് കഴിയില്ല. അവൻ തുടർന്നു. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ നിഷ്കളങ്കമായ ഖേദമുണ്ടായിരുന്നു. പക്ഷെ ആ നിമിഷം തന്നെയാണ് ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞത്. ഞാൻ എത്ര വലിയ തെറ്റാണ് തന്നോട് ചെയ്തത് എന്ന തിരിച്ചറിവ്. നീ നിന്റെ അമ്മയുടെ ജീവനും നിന്റെ ആത്മാഭിമാനവും തമ്മിൽ തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ നീ എന്നെ പരിപൂർണമായി വിശ്വസിച്ച് എന്റെ മുന്നിലെത്തി. അതാണ് എന്നെ തകർത്തത്. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അന്നപൂർണ. ആ വാക്കുകൾ കേട്ടപ്പോൾ അന്നപൂർണയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. അവൾ അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ അപ്പോൾ ഒരു ചോദ്യം. ഇത് സത്യം തന്നെയാണോ? നിന്റെ ആത്മാഭിമാനം കണ്ട നിമിഷം മുതൽ, നിന്റെ വേദന കണ്ട നിമിഷം മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അവൻ അവളുടെ കൈ പിടിക്കാൻ ശ്രമിച്ചു. എനിക്ക് മാപ്പ് തരാൻ നിനക്കാവുമോ? ആ വാക്കുകൾ അന്നപൂർണയുടെ ഉള്ളിൽ എന്തൊക്കെയോ തകർത്തു. അവൾക്ക് ഇപ്പോൾ വ്യക്തമായി, കാർത്തിക് മാറിയിരിക്കുന്നു. ഇത് ഒരിക്കലും പഴയ കാർത്തിക് അല്ല. അവൾ പതുക്കെ പറഞ്ഞു, സ്നേഹം അത് വാക്കുകൾ കൊണ്ട് പറയാനുള്ളതല്ല സർ, അത് തെളിയിക്കണം. കാർത്തിക് തലയാട്ടി. എനിക്കറിയാം. ഇനി മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു വേദനയും ഞാൻ തരില്ല. നിന്റെ സ്വപ്നങ്ങൾ എന്റെ ഉത്തരവാദിത്തമാണ്. നിന്റെ അമ്മ എന്റെ അമ്മയാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ അന്നപൂർണയുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. പത്മിനിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി എന്താ മോളെ, മറുപടി പറയേ. അന്നപൂർണ കാർത്തികിനെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു സത്യസന്ധത മാത്രമാണ് അവൾ കണ്ടത്. അവൾക്ക് അവന്റെ മാറ്റം വിശ്വസിക്കാൻ തോന്നി. അവൾ പതുക്കെ തലയാട്ടി. ആ ഒരു ചെറിയ സമ്മതം തന്നെ കാർത്തികിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു. അവൻ അവളുടെ കൈ പിടിച്ചു. ഇപ്രാവശ്യം അവൾ കൈ പിൻവലിച്ചില്ല. മുറിയിലൊട്ടാകെ ഒരു നിശബ്ദത പടർന്നു. പക്ഷെ ആ നിശബ്ദതയിൽ സന്തോഷം നിറഞ്ഞിരുന്നു. ചിലപ്പോഴൊക്കെ ജീവിതം നമ്മെ ഏറ്റവും കഠിനമായ പരീക്ഷകൾക്ക് മുന്നിൽ നിർത്തും. പക്ഷെ ആ പരീക്ഷയിൽ നമ്മൾ നമ്മെ തന്നെ നഷ്ടപ്പെടുത്താതെ നിന്നാൽ ജീവിതം തന്നെ മാറിമറിയും. പണം കൊണ്ട് എല്ലാം വാങ്ങാം, പക്ഷെ സ്നേഹം അതിന് വിലയിടാനാവില്ല.